നിങ്ങളുടെ പേഷ്യൻസ് വന്നിട്ട് സംസാരിക്കുന്ന ഏറ്റവും വലിയ ഫിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയായിരിക്കും. മുടി കൊഴിയുക, ഇതിൻ്റെ പെയിൻ, നമ്മളുടെ വെയിറ്റ് ലോസ് ചെയ്യുന്നു, ഭക്ഷണം മര്യാദ കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും. ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരം സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത എത്രമാത്രം ഉണ്ടാവും ഇനിയുള്ള ഫ്യൂച്ചർ എന്നാണ് വിചാരിക്കുന്നത്? കീമോതെറപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൈറ്റോടോക്സിക് ഡ്രഗ്. സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ലിനെ എല്ലാം നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ നശിപ്പിക്കുന്ന സെൽ കനോട്ട് ഡിഫറൻഷിയേറ്റ്, അത് ക്യാൻസർ സെല്ലും നോൺ ക്യാൻസർ സെല്ലും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ഉണ്ട് അതിനെല്ലാം അവർ ആക്ട് ചെയ്യും. അപ്പം നമ്മളെ മുടി, നമ്മളെ വായിലെ തൊലി, അപ്പം നമ്മൾ ബോൺ മാരോ, മജ്ജ, ആ സൈറ്റ്സൊക്കെ കൂടുതലും എഫക്റ്റ് ആണ്. അതുകൊണ്ട് ആ പേഷ്യൻ്റെ മുടി പോകുന്നതും വായിക്കകത്ത് പൊട്ടൽ വരുന്നതും കൗണ്ടൊക്കെ കുറയുന്നതും. അപ്പോൾ ഇപ്പം നമുക്ക് റേഡിയേഷനോട് അങ്ങനെ വലിയ സൈഡ് എഫക്ട്സ് ഇല്ല. ഇല്ല ഡോക്ടർ പറഞ്ഞ പോലെ ഈ ടേൺ ഓവർ സെൽസ് നമ്മുടെ ശരീരത്തിൽ എല്ലാ ദിവസവും സ്കിന്നും സെൽസും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളിപ്പം കാണുന്ന സ്കിന്നല്ല നമുക്ക് വേറെ, അതുപോലെ ശരീരത്തിൽ എല്ലായിടത്തും മാറുന്നു. അപ്പം നമ്മുടെ മുടി ഒക്കെ ഫാസ്റ്റാണ്. അതുപോലെ നമ്മുടെ കുടലിലെയൊക്കെ ലൈനിങ്, ഉള്ളിലുള്ള സെൽസ്, അതുകൊണ്ടാണ് നമ്മൾ ഒഴിച്ചിൽ, സർദിൽ, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ക്യാൻസറിൻ്റെ കീമോ കൊടുക്കുമ്പോൾ ഫാസ്റ്റായിട്ടുള്ള സെൽസിൽ അഫക്റ്റ് ചെയ്യും. പിന്നെ മുമ്പേ ഡോക്ടർ പറഞ്ഞ പോലെ പുതിയ ആധുനിക ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പീസ് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഇന്ന റിസപ്റ്റർ ഇന്ന മാത്രം ആക്ട് ചെയ്യുന്ന, അതിനൊക്കെ സൈഡ് എഫക്ട്സ് കുറവാണ്. അങ്ങനെ റേഡിയേഷൻ ആണെങ്കിലും പണ്ട് ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു പർട്ടിക്കുലർ ഏരിയ ടാർഗറ്റഡ് ആയിട്ട് കൊടുക്കാം. നമ്മൾ അത് ഷേപ്പ് ചെയ്ത് അവിടെ മാത്രം കൊടുക്കാൻ പറ്റും. ഇന്നടുത്ത് ഇത്രയും മതി, ഇന്നടുത്ത് ഇത്രയും കൊടുക്കണം. അങ്ങനെ റേഡിയേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജീസും എക്യുപ്മെൻറ്റ്സും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതെ, അതിന് പറഞ്ഞ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയേഷൻ തെറാപ്പിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടാർഗറ്റ് മാത്രം സ്പെസിഫിക് ആയിട്ട് കൂടുതൽ റേഡിയേഷൻ കിട്ടും, ചുറ്റിനുള്ള ഓർഗൻസ് വിൽ ബി പ്രിസർവ്ഡ്. ഇപ്പോൾ സൈഡ് എഫക്റ്റ് മെയിനായിട്ട് സർജറിയുടെ സൈഡ് എഫക്റ്റ് ഇപ്പം എന്താ സൈഡ് എഫക്റ്റ് വരിക? മുടി കൊഴിയുക. സർജറിയുടെ സൈഡ് എഫക്റ്റ്, സർജറി കഴിഞ്ഞ് വരുന്ന ഒരാൾ എന്തായിരിക്കും കംപ്ലൈൻറ്റ് പറയുക? പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ സർജറി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രമിക്കുന്ന കാര്യം. അപ്പോൾ കീ ഹോൾ സർജറി ക്യാൻസറിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പലർക്കും ഇപ്പോഴും സംശയമാണ്. ഓക്കെ, ഇപ്പം പലരും പറയുന്നത് സാർ ഇത് ക്യാൻസർ അല്ല, അപ്പോൾ കീ ഹോൾ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സർജറി ഓപ്പൺ ആയിട്ട് ചെയ്താലും, അതായത് വയറ് തുറന്ന് ചെയ്താലും അല്ലെങ്കിൽ നെഞ്ച് തുറന്ന് ചെയ്താലും കീ ഹോൾ ആയിട്ട് ചെയ്താലും മുഴുവനായിട്ടും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വ്യത്യാസമില്ല. മനസ്സിലായോ? മുഴുവനായിട്ട് നമ്മൾ എടുക്കാൻ പറ്റുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കീ ഹോൾ ചെയ്താലും ഓപ്പൺ ആയിട്ട് ചെയ്താലും ഒരു വ്യത്യാസമില്ല. ചില കേസുകൾ, ചില വലിയ ട്യൂമറുകളൊക്കെ ഓപ്പൺ ആയിട്ട് ചെയ്താലേ ഉള്ളൂ മുഴുവനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് നമുക്ക് കീ ഹോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെറിയ ട്യൂമറുകൾ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്നത്, ചിലത് കീമോ കഴിഞ്ഞിട്ട് വരുന്ന കേസുകളൊക്കെ, ചുരുക്കിയിട്ട് വരുന്ന കേസുകൾ, അങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് കീ ഹോളായിട്ട് ചെയ്താലും ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന അതേ എഫക്റ്റിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല പെയിൻ വളരെ കൺട്രോൾഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പേഷ്യൻ്റ് എണീറ്റ് നടക്കും. അതേസമയം വയറ് മുഴുവനായിട്ടും തുറന്നു വെച്ചിരിക്കുന്ന പേഷ്യൻ്റ് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എണീക്കുള്ളൂ. അപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ വേറെ ഉണ്ടാവും. ശ്വാസകോശത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേ ഒത്തിരി നീണ്ടു പോകും. ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരാം, പെയിൻ മെഡിക്കേഷൻസ് ഒത്തിരി എടുക്കേണ്ടി വരാം. അപ്പം ഹോസ്പിറ്റൽ ടോട്ടൽ ബില്ലെല്ലാം കൂടും. മനസ്സിലായി? കീ ഹോൾ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള എക്സ്ട്രാ ബില്ലെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് ടോട്ടൽ ഹോസ്പിറ്റൽ സ്റ്റേ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കുറവായിരിക്കും. അപ്പം ഇതെല്ലാം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണല്ലോ സർജറിയുടെ. ബില്ല് കൂടുക, പെയിൻ കൂടുക എന്നൊക്കെ. ഇതെല്ലാം കുറയ്ക്കാനായിട്ട് നമുക്ക് കീ ഹോൾ സർജറി പല കേസിലും ചെയ്യാൻ പറ്റും. കുടലിൻ്റെ സർജറി, ആമാശയത്തിൻ്റെ സർജറി, ഗൈനക്കിൻ്റെ ക്യാൻസർ, യൂറോളജിയുടെ ക്യാൻസറുകൾ എല്ലാം കീ ഹോൾ സർജറിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നെഞ്ചിൻ്റെ, ലങ്ങിൻ്റെ ക്യാൻസർ ആണെങ്കിലും കീ ഹോൾ സർജറിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡോക്ടർ പറഞ്ഞതിൽ ആക്ച്വലി വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏർലി മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞ് പണ്ടത്തെ പോലെ ഇപ്പം ഒത്തിരി നാൾ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. കീ ഹോളിൽ സർജറി കൂടാതെ ഈ റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട്. ചില കേസുകളിൽ നമ്മുടെ കൈക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അനക്കാനും ഇത്രയും മൂവ്മെൻറ്റ്സേ പറ്റുള്ളൂ. റോബോട്ടിക്കിൻ്റെ കൈക്ക് കുറച്ചുകൂടെ മൂവ്മെൻറ്റ്സും കുറച്ചുകൂടെ പ്രിസിഷനും കിട്ടും. അപ്പം അങ്ങനെ കുറച്ചുകൂടെ സർജറി ബെറ്റർ ആയിട്ടുമുണ്ട്. ചില കേസുകളിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കൂടെ ഇന്നത്തെ കാലത്ത് അവൈലബിളാണ്.
നമ്മളിപ്പോൾ ബോൺ ക്യാൻസർ കേൾക്കും, സ്കിൻ ക്യാൻസർ കേട്ടിട്ടുണ്ട്. ആളുകൾക്ക് അധികം അറിയാത്ത റെയർ ക്യാൻസേഴ്സ് ഉണ്ടോ? നമ്മളിപ്പോഴും അവയുടെ അല്ലാത്ത ക്യാൻസേഴ്സ് ഉണ്ടോ? ഇതിനകത്ത് റെയറായിട്ട് കാണുന്നതിലും ബ്രദർ ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്യാൻസർ വിച്ച് ആർ ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ ക്യാൻസർ സ്ക്രീനിങ്ങിലും ഇതിലും എല്ലാം നമ്മൾ പ്രധാനമായിട്ടും സാധാരണ കാണുന്ന ക്യാൻസറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ചില പ്രശ്നക്കാരുകളുണ്ട്. പാങ്ക്രിയാസിൻ്റെ ക്യാൻസർ, സാധാരണ ഒരു പാങ്ക്രിയാസ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുമ്പം നമ്മുടെ വയറിനുള്ളിലാകുമ്പോൾ അഡ്വാൻസ് സ്റ്റേജിലാണ് കിട്ടുന്നത്. കാരണം അത് ആദ്യത്തെ ലക്ഷണങ്ങളൊന്നും അറിയത്തില്ല. മൂന്നാമത്തെ 4ാമത്തെ സ്റ്റേജിലൊക്കെ കിട്ടുമ്പം ആയുസ് 6 മാസത്തിൽ കൂടുതൽ പോകാൻ ബുദ്ധിമുട്ടാണ്. മുമ്പേ ഡോക്ടർ ജിനോ പറഞ്ഞ പോലെ ബ്രെയിൻ ക്യാൻസർ, GBM, അതിനൊരു 13 മാസമൊക്കെയാണ് പലപ്പോഴും സമയം പറയുന്നത്. ഈ സമയം നമ്മളിങ്ങനെ പറയുന്നെങ്കിലും ഒരു മെഡിക്കൽ ഫീൽഡാണെങ്കിലും ഓരോ വ്യക്തി അനുസരിച്ച് വ്യത്യാസം വരും. ഒരു ആവറേജ് ഇതെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ പല ക്യാൻസറുകൾ, ഇപ്പോൾ ഓവറിൻ ക്യാൻസർ, വയറിനുള്ളിൽ ഒരു ബ്ലോട്ടിംഗ് ഒക്കെ ആയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. മലദ്വാരത്തിലെ അയനൽ ക്യാൻസർ എന്ന് വിചാരിച്ചിരിക്കും. അയ്യോ, ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ഇവിടെ മലാശയത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പൈൽസ് അല്ലെങ്കിൽ ഫിസ്റ്റിലാണെന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പോൾ അതിന് ചെക്കപ്പിന് പോകത്തില്ല. അത് പൈൽസാണെങ്കിൽ ചിലപ്പോൾ ആയുർവേദത്തിലായിരിക്കും മരുന്നെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹോമിയോ പറയും ഞങ്ങൾ മരുന്നെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലർ പറയും നാട്ടുവൈദ്യന്മാരാണ്. ഞാൻ അവരെ ആരും കുറ്റം പറയില്ല, അവർക്കെല്ലാം അവരവരുടെ ഏരിയാസ് സ്ട്രെങ്ത് ഉണ്ട്. എന്നിരുന്നാലും അതൊന്ന് ചെക്കപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്ന പോയിന്റ്. അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ പൈൽസ് തന്നെ അല്ലേ ഒന്ന് ഉറപ്പിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ. 2, പല ലങ്സ് ക്യാൻസർ ഉണ്ട് ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്യാൻസർ. കാരണം വലിയൊരു സ്പേസ് ആകുമ്പോൾ നമ്മുടെ ബാക്കി ഏരിയാസ് എല്ലാം കവർ ചെയ്ത് പോകും. അപ്പം ഈ പറയുന്ന ഈ ബ്ലീഡിങ് ആയിട്ടൊക്കെ വരുമ്പോൾ ഭൂരിഭാഗം കേസിലും അത് ഈ പൈൽസ് തന്നെ ആയിരിക്കും. അതാണ് അതിനകത്ത് ട്വിസ്റ്റ്. മനസ്സിലായില്ലേ? ഇപ്പൊ ബ്ലീഡിങ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 100 പേര് ബ്ലീഡിങ് ആയിട്ട് വന്നവരെ 5 പേര് താഴെയുള്ളവർക്ക് 5% താഴെ കാണത്തുള്ളൂ ക്യാൻസർ എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക, അത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ബാക്കി ടെസ്റ്റുകളിലേക്ക് കടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇത് മിസ്സായി പോകുന്നത്. ബ്ലീഡിങ്ങിന് ഒത്തിരി കാരണങ്ങളുണ്ടല്ലോ, ക്യാൻസർ മാത്രമല്ല. അപ്പം ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ആൾക്കാരിൽ ബ്ലീഡിങ് വരുമ്പം അത് ക്യാൻസർ ആവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. റിസ്ക് ഉള്ള ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞു, അതായത് പ്രായം ഒരു 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരിൽ ബ്ലീഡിങ് വരിക, അതിൻ്റെ കൂടെ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളും കൂടെ വരിക. അതായത് വയറ്റിൽ നിന്ന് പോകുന്നതിന് ബുദ്ധിമുട്ട്, വ്യത്യാസം വരിക. എന്ന് പറഞ്ഞാൽ ദിവസവും ഒരു നേരം വെച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഇപ്പം പോകുന്നില്ല, അല്ലെങ്കിൽ ലൂസായിട്ട് പോകുന്നത്. അങ്ങനെ ഇതിൻ്റെ കൂടെ ബ്ലീഡിങ്ങിൻ്റെ കൂടെ അങ്ങനെ കുറച്ച് അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ സിംറ്റംസും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രായത്തിലുള്ള ആൾക്കാരിൽ വരിക. പിന്നെ അവർക്ക് പിന്നെ വേറെ ശരീരത്തിൽ എവിടെയെങ്കിലും വേറെ ഇങ്ങനെ സ്പ്രെഡ് ആയതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാനാണ് സാധ്യത കൂടുതലെന്ന് പറയും. അപ്പം പല ഈ മലദ്വാരത്തിൻ്റെ ക്യാൻസറിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് അത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒന്ന് വിരലിട്ട് നോക്കിയാൽ മാത്രം കണ്ടുപിടിക്കാവുന്ന ഒത്തിരി ക്യാൻസറുകൾ ഈ മലദ്വാരത്ത് ക്യാൻസർ പലപ്പോഴും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അതിന് ഇപ്പോൾ സ്കാനിങ്ങോ എൻഡോസ്കോപ്പിയോ വേണമെന്ന് പോലും ഇല്ല. ഇപ്പം മലദ്വാരത്തിൻ്റെ ഏറ്റവും താഴെയുള്ള അസുഖമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിരലിട്ട് പരിശോധിച്ചാൽ കണ്ടുപിടിക്കാം. വിരലിട്ട് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു അൾസറോ ഗ്രോത്തോ ഉണ്ടാവും. പക്ഷെ അത് പൈൽസ് ആണെങ്കിൽ പലപ്പോഴും വിരലിട്ട് നോക്കിയാലും മനസ്സിലാവത്തില്ല, അത് സോഫ്റ്റ് ആയിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു രക്തക്കുഴലിനകത്ത് ബ്ലഡ് കെട്ടി നിൽക്കുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത്. അത് തൊടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചുങ്ങി അങ്ങ് പോകും. മനസ്സിലായി? അതിനൊരു കട്ടിയില്ലല്ലോ. ഗ്രോത്ത് ആകുമ്പോഴത്തേന് ഇച്ചിരി കട്ടി ഉണ്ടാവും, നമ്മൾ തൊടുമ്പോൾ തന്നെ അത് ബ്ലീഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു അൾസറോ ഗ്രോത്തോ ഇങ്ങനെ അനക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് നമുക്ക് കുറെ പ്രാവശ്യം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, ഇത് അതിന്റെ ഫീൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇത് ക്യാൻസർ ആണോ ഇല്ല എന്നുള്ള കാര്യം. പെയിൻ ഉണ്ടാവുമോ? പെയിനും കാര്യമായിട്ട് ഉണ്ടാവില്ല, മെയിനായിട്ടും ബ്ലീഡിങ് ആയിരിക്കും. അതിന്റെ മെയിൻ സിംറ്റം ബ്ലീഡിങ് ആണ്. പിന്നെ ചുരുക്കം ചിലർക്ക് ഇച്ചിരി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് ചെറിയൊരു പെയിന് അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്. പൈൽസിൽ കൂടുതലും ഈ വിഷ്വൽ ഇൻസ്പെക്ഷനിലാണ് കാണുന്നത്. പ്രോക്ടോസ്കോപ്പി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ഇട്ടിട്ട് നോക്കുമ്പോഴാണ് പൈൽസിൻ്റെ ബ്ലഡ് വെസൽ ഇങ്ങനെ ഇരിക്കുന്നത് ഫീൽ ചെയ്യുമ്പോൾ അത്രയും കാണത്തില്ല. മറിച്ചാണ് ക്യാൻസറിൻ്റെ കുറച്ചുകൂടെ ഫീൽ ചെയ്യുമ്പോൾ നോക്കുമ്പോഴും നമുക്ക് കുറച്ചൊക്കെ പിക്ചർ കിട്ടും. ഈ മലാശയ രോഗങ്ങൾ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇത് പലരും ഇത് തുറന്നു പറയാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും മടിയായതുകൊണ്ട് ഈ നമ്മളുടെ ഏതെങ്കിലും ഒരു ചെറിയ ക്ലിനിക്കിലൊക്കെ പോയിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പിന്നെ വേഴ്സ് ആവുന്ന സമയത്താണ് ഇത് ക്യാൻസർ ആയിരുന്നു എന്നൊക്കെ പിന്നീട് മനസ്സിലാക്കേണ്ടി വരിക. ഇത്തരം കേസുകൾ വരാറുണ്ട്. അതായത് ഈ വെയിറ്റ് ചെയ്ത് ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലെത്തി അത് ക്യാൻസർ ആയിട്ട് വരുന്ന കേസുകൾ വരാറുണ്ടോ? നല്ല ചോദ്യമാണ്. ഇതുപോലൊരു ഭയം വരുന്ന ഒരു ഏരിയയാണ് ടെസ്റ്റിസിൽ. നമ്മുടെ മണിക്ക് വീക്കം വരുമ്പോൾ പലപ്പോഴും അവർ അതൊന്ന് കാണിക്കാനായിട്ട് എൻ്റെ ഒരു പുരുഷന്മാർക്കാകുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഒരു വീക്ക്നെസ് ഞാൻ കാണിക്കുന്ന പോലെ
ഫീൽ നമ്മുടെ ചെയ്യും. പൗരുഷത്തെ ഈ പറഞ്ഞ കുറയ്ക്കുന്ന എന്തോ മാത്രമല്ല വേറെ എന്തെങ്കിലും എനിക്ക് തെറ്റുണ്ടെന്ന് കണ്ടുപിടിച്ച ഒരു അവോയ്ഡൻസ് ബിഹേവിയറും കൂടെ അവിടെ വരുന്നുണ്ട്. ഒരു ഡോക്ടറിന് എന്ത് തോന്നുന്നു നമുക്ക് കൂടുതൽ കേസുകൾ വരുന്നപ്പോൾ? വരുന്ന ഇപ്പം മലദ്വാരത്തിൻ്റെ അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോമൺ. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജ് 4 പേഷ്യൻസ് കുറേ വരുന്നുണ്ട്. സ്റ്റേജ് 3, സ്റ്റേജ് 4 മാത്രമല്ല സ്റ്റേജ് 3, സ്റ്റേജ് 4 അഡ്വാൻസ് സ്റ്റേജ്. അപ്പം അങ്ങനത്തെ പേഷ്യൻസൊക്കെ ഞങ്ങൾക്ക് ആദ്യം കീമോ കൊടുത്തിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച്, അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്തിട്ട് അതിൻ്റെ സൈസൊക്കെ കുറച്ചിട്ട് പിന്നെ നമ്മൾ സർജറിക്കൊക്കെ വിടുന്നത്. ബട്ട് ഇഫ് ഇറ്റ്സ് നമ്മൾ ഏർലി സ്റ്റേജ്, ഇപ്പം ഡോക്ടർ ജിനു പറഞ്ഞ പോലെ ബെഡിലിട്ട് കണ്ടുപിടിച്ചാൽ അപ്പം തന്നെ സർജറി ചെയ്താൽ വേറെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യം പോലും വരത്തില്ല അവർക്ക്. ഈ ക്യാൻസറുകളുടെ കാര്യം പറയുമ്പോഴേ ഇപ്പം നമ്മൾ വേരിയസ് ക്യാൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൽ ഡേഞ്ചറസ് ക്യാൻസർ എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഏത് ക്യാൻസർ അഭിപ്രായപ്പെടുക? ഇപ്പം ഏതെങ്കിലും ഒരു ക്യാൻസറിനെ ചൂണ്ടിക്കാണിച്ച് ഇന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഡേഞ്ചറസ് ക്യാൻസറുകളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ക്യാൻസറുകളുണ്ട്. അതായത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതും ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കാത്തതുമായിട്ടുള്ള കുറച്ച് ക്യാൻസറുകൾ. ഓക്കെ. അതിനകത്ത് പേരെടുത്ത് പറയാൻ പറ്റുന്ന ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ക്യാൻസർ. ഓക്കെ. പിന്നെ ലങ് ക്യാൻസർ ഉണ്ട്. കുറച്ച് സാധാരണ ക്യാൻസറുകളെക്കാളും കുറച്ചും കൂടെ ഭീകരമായിട്ടുള്ള ഒരു ക്യാൻസർ. നമ്മൾ അത് പ്രത്യേകിച്ചും അത് സിംറ്റംസ് ഉണ്ടാക്കുന്നത് പലപ്പോഴും ലേറ്റ് ആയിട്ടായതുകൊണ്ട് പലപ്പോഴും അത് സ്പ്രെഡ് ആയതിനു ശേഷമായിരിക്കും കണ്ടുപിടിക്കുന്നതാവാം. പിന്നെ അതുപോലെ പാൻക്രിയാസിന്റെ ക്യാൻസർ, പിന്നെ മെലനോമ എന്ന് പറയുന്ന സ്കിന്നിൽ വരുന്ന ഒരു ക്യാൻസർ. വളരെ ചെറിയൊരു അൾസർ പോലെയൊക്കെയായിരിക്കും ചിലപ്പോൾ അത് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്യാൻസറുകളുടെ സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ മെലനോമയുടെ ക്യാൻസറിനെ ഏറ്റവും ചെറിയ 1 മില്ലിമീറ്ററിൽ കൂടുതലായാൽ തന്നെ അതിന് വലിപ്പം വെച്ചതായിട്ടാണ് കരുതുക. 2 മില്ലിമീറ്റർ ആകുമ്പോൾ തന്നെ വലിപ്പം വെച്ചതായിട്ടാണ് കരുതുക. സാധാരണ സ്കിന്നിൻ്റെ ക്യാൻസറിന് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് മാർജിൻ അല്ലെങ്കിൽ ഒരു 5 മില്ലിമീറ്റർ മാർജിൻ മതി. മെലനോമയുടെ ക്യാൻസറിന് 1 മില്ലിമീറ്ററിൽ കൂടുതലുണ്ടെങ്കിൽ 1 സെന്റിമീറ്റർ മാർജിൻ വേണം. ഒരു 2 മില്ലിമീറ്ററിൽ കൂടുതലുണ്ടെങ്കിൽ 2 സെന്റിമീറ്റർ മാർജിൻ വെച്ച് കട്ട് ചെയ്തെടുക്കണം. അത് അതിൻ്റെ ഭീകരതയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ അതുപോലെ യൂട്രസിൻ്റെ ഒരു കാർസിനോമ സാർക്കോമ എന്ന് പറയുന്ന ക്യാൻസർ സാധാരണ ബാക്കിയുള്ള ക്യാൻസറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഭീകരം. പിന്നെ അതുപോലെ അഡ്രിനൽ ഗ്ലാൻഡിനെ ബാധിക്കുന്ന അഡ്രിനോ കോർട്ടിക്കൽ കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസർ ഒരു ഭീകര ക്യാൻസറുകളിൽ പെടുത്താവുന്ന ഒരു ക്യാൻസറാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പലതരമുണ്ട്. അതിനകത്ത് ചില ക്യാൻസറുകൾ ചില ടൈപ്പ് ട്രിപ്പിൾ നെഗറ്റീവ് എന്നൊക്കെ പറയുന്ന എല്ലാ റിസപ്റ്ററും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വിഭാഗമാണെങ്കിൽ അങ്ങനത്തെ ഒരു വിഭാഗത്തെ നമ്മൾ കുറച്ചും കൂടെ സാധാരണ ബാക്കിയുള്ള ഹോർമോൺ പോസിറ്റീവ് ആയതിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് ഭീകരമായിട്ടാണ് കരുതുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ എനി ക്യാൻസർ സ്റ്റേജ് 4 ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ സീരിയസ്. ഏത് ക്യാൻസറും സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി ഓർഗനിൽ നിന്ന് വേറെ സെക്കൻഡറി ഓർഗൻ എവിടെയെങ്കിലും അഫക്റ്റ് ചെയ്യും. ഇപ്പം ബ്രസ്റ്റിൽ നിന്ന് ക്യാൻസർ ബ്രെയിനിലോട്ട് പോയി, ലങ്ങിലോട്ട് പോയി, അപ്പം ഇറ്റ് ബിക്കം സ്റ്റേജ് 4. സ്റ്റേജ് 4 ക്യാൻസേഴ്സ് ആർ ജനറലി സെഡ് ടു ബി നോട്ട് ക്യൂറബിൾ. അപ്പം പിന്നെ സ്റ്റേജ് 4 ഉള്ള പേഷ്യൻസ് ഒക്കെ ജനറലി ദേ ഗോ ഓൺ പാലിറ്റീവ് കീമോതെറപ്പിയോ ഇമ്യൂണോതെറപ്പിയോ അല്ലെങ്കിൽ സർജറി ചെയ്യും. എല്ലാം പാലിറ്റീവ് ഇൻറ്റൻറ്റാണ്. ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ് ഇസ് വെരി ലെസ്. 5% കുറവ് ആൾക്കാർക്ക് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ ബയോപ്സി അല്ലെങ്കിൽ ഈ സർജറി ചെയ്യുന്നത് മൂലം നമ്മളുടെ ക്യാൻസറിൻ്റെ സ്പ്രെഡ് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഈ ഒരു ചികിത്സ ആരംഭിക്കണമെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ശരി വെക്കുക. അപ്പോൾ എന്ത് ഡിസിഷനും എന്ത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ റിസ്ക് ഇത് രണ്ടും കൂടെ വെയ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. ബയോപ്സിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ക്യാൻസറിൻ്റെ സെൽസ് ഉണ്ടോ എന്നെടുത്ത് പരിശോധിച്ച് സെൽസ് മാത്രമല്ല ടിഷ്യൂ മൊത്തത്തോടെയാണ് നമുക്ക് കിട്ടുന്നത്. സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവമായിട്ട് റെയർ അത് ഓരോ ഏരിയ അനുസരിച്ച്. ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇതില്ല, പ്രശ്നമില്ല. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ കോളൻ ട്രാക്റ്റിൽ വഴി എടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ ചെറിയ ഇതുണ്ടോ എന്ന് വെച്ചാൽ സീലിംഗ്. പക്ഷേ അതൊന്നും ബോഡിയുടെ ഡിഫൻസ് എല്ലാം കവർ ചെയ്ത് പോകാനുള്ളൂ. ട്രീറ്റ്മെൻറ്റ് അല്ലാതെ അഡ്രസ്സ് ചെയ്യുമ്പോൾ കവർ ചെയ്ത് പോകാമെന്നുള്ളൂ. പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നില്ല. ഡോക്ടറിന് എന്ത് തോന്നുന്നു? മോസ്റ്റ് ഓഫ് ദ ബയോപ്സീസ് എല്ലാം സേഫ് തന്നെയാണ്. പക്ഷേ ചില ബയോപ്സീസ് നമ്മൾ പറയും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ ബയോപ്സി എടുക്കണമെന്ന്. ലൈക്ക് ബോൺ ട്യൂമേഴ്സ്, ബോണിനകത്ത് ട്യൂമർ ഉണ്ടാകുമ്പോൾ ബോൺ ട്യൂമറിൻ്റെ ഇനീഷ്യൽ ബയോപ്സി നമ്മൾ ഹൂ ഇസ് ഗോയിങ് ടു ട്രീറ്റ് ദറ്റ് പേഷ്യൻറ്റ് ആ ഡോക്ടർ തന്നെ ആയിരിക്കണം ബയോപ്സി എടുക്കാൻ. പറയാൻ സംഗതി തന്നെ അവർക്ക് അറിയത്തുള്ളൂ എവിടെ അവർ ഇൻസിഷൻ ഇട്ടതും എവിടെ. ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സർജറി. ആ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഐ തിങ്ക് ബയോപ്സിസ് ആർ സേഫ്. ജിനു പറയട്ടെ. ബയോപ്സി ഇത് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ഇല്ല എന്നതാണ്. ഇപ്പം ആൾക്കാർ ചോദ്യം യെസ് ഓർ നോ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സ്പ്രെഡ് ആവത്തില്ല എന്ന് പറയാം. പിന്നെ വളരെ ചുരുക്കം കേസുകൾ ഇപ്പോൾ വയറിനകത്തൊക്കെ വയറിൻ്റെ പുറകിൽ വരുന്ന റിട്രോപെരിറ്റോണിയൽ സാർക്കോമ എന്നൊക്കെ പറയുന്ന അസുഖമുണ്ട്, വയറിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ട് കുത്തി പരിശോധിക്കും.
അപ്പോൾ ആ നീഡിൽ ട്രാക്കിൽ വളരെ ചെറിയ ശതമാനം കേസിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ചെറുതായിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നെഗ്ലിജിബിൾ ആണ്, അതിനെപ്പറ്റി ആരും പേടിക്കൊന്നും വേണ്ട. ഒറ്റ വാക്കിൽ ഉത്തരമണി ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവര് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് അല്ലേ? ഈ മറ്റ് സർജറീസും ക്യാൻസറിന്റെ സർജറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മറ്റ് സർജറികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്യാൻസർ അല്ലാത്തൊരു മുഴ അതുമായിട്ട് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹെർണിയയുടെ സർജറി, അപ്പം അതിനെ വേണമെങ്കിൽ നമ്മുടെ ക്യാൻസർ സർജറി ആയിട്ട് താരതമ്യം ചെയ്യാം. അപ്പോൾ ക്യാൻസർ അല്ലാത്തൊരു മുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സർജറി ചെയ്യുമ്പം ഒത്തിരി കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാനില്ല. നമുക്ക് ആ മുഴ നീക്കം ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അതിൻ്റെ ചുറ്റിനുമുള്ള ഭാഗം ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള. അപ്പം നമ്മൾ ക്യാൻസർ സർജറി, ഞാൻ എല്ലാം പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പോരുന്നത്ര ഇങ്ങനെ പോരട്ടെ, ബാക്കി അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റിയില്ല. മനസ്സിലായി? സർജറിക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ മുഴുവനായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക, ഇത്രേ പറ്റുള്ളൂ. ചില ക്യാൻസറുകളുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്, പോരുന്നത്രയും എടുക്കാൻ പറ്റുന്നതിനകത്ത് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം ക്യാൻസറുകളുടെയും കാര്യത്തിൽ മുഴുവനായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. മുഴുവനായിട്ട് എടുക്കാൻ പറ്റാത്ത ക്യാൻസറുകൾ നമ്മൾ സർജറിക്ക് വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്യത്തില്ല, അതിന് വേണ്ടിയിട്ട് മുന്നേ ആദ്യം കീമോയോ റേഡിയേഷനോ കൊടുത്തിട്ടേ ഉള്ളൂ സർജറി ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു തവണ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സർജറി തന്നെ ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ് ക്യാൻസർ സർജറിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു തത്വം. അപ്പോൾ ഒരാൾ പുറമെ പോയി വേറെ ആരെങ്കിലും സർജറി ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വീണ്ടും ചെയ്തെടുത്ത് തന്നെ തിരിച്ചു വന്നു, അപ്പോൾ അത് രണ്ടാമത് സർജറി ചെയ്യാന്ന് പറയുന്ന ആദ്യത്തെ സർജറി അത്രയും എഫക്റ്റീവ് അല്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ സ്കാനിങ് നോക്കി പഠിക്കുക. റേഡിയോളജിസ്റ്റ് നോക്കി അവർ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഞാനും അതിൻ്റെ സ്കാൻ നോക്കി എനിക്കും അതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഒത്തിരി സർജറിക്ക് മുന്നേ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ സർജറിക്ക് മുന്നേ എന്തെങ്കിലും വേറെ ട്രീറ്റ്മെൻറ്റുകളോ എല്ലാം ആവശ്യം ഉണ്ടോ, സർജറി കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് പേഷ്യൻ്റ് പൈസ ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കണം. സർജറി കൊണ്ട് മാത്രം പല അസുഖങ്ങളും മാറത്തില്ല, അതെനിക്കറിയാം. അപ്പോൾ സർജറി കഴിഞ്ഞിട്ട്, ഇപ്പോൾ സർജറിക്ക് ഇത്ര പൈസ ആവുമെന്നല്ല ഞാൻ അവരോട് പറയാം. സർജറി കഴിഞ്ഞിട്ട് കീമോയും കഴിഞ്ഞ് റേഡിയേഷനും കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ട മരുന്നുകളുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എത്ര പൈസയാവും എന്നുള്ളത് ആദ്യം തന്നെ അവരെ കൗൺസിൽ ചെയ്ത്, പലപ്പോഴും ഞാനായിരിക്കും അവരെ ആദ്യം കാണുന്നത്. അപ്പം ഇത് ആദ്യം കാണുന്ന ഡോക്ടറെ ഇവർക്ക് എപ്പോഴും ഏറ്റവും കൂടുതലും വിശ്വാസം ഉണ്ടാവുക. അപ്പം നമ്മൾ പറഞ്ഞ് അവരെ എന്തുമാത്രം ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതനുസരിച്ചിരിക്കും അവരെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോന്നല്ലോ. അപ്പോൾ സർജറി മാത്രം ചെയ്താലും പല അസുഖവും മാറില്ല. അപ്പോൾ എനിക്കറിയാം സർജറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകളും കൂടെ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ സർജറി ചെയ്യുന്നത് തന്നെ ഒരു ഗുണമില്ല. മനസ്സിലായി? ഞാൻ കഷ്ടപ്പെട്ട ഒരു ട്യൂമർ എടുക്കുക, ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്യൂമർ സർജറി ചെയ്തെടുത്താൽ പലപ്പോഴും സർജറി മാത്രം മതിയായിരിക്കും. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സർജറിക്ക് പേഷ്യന്റിന് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കി ട്രീറ്റ്മെൻറ്റും കൂടെ എടുത്താലേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് ക്യാൻസർ സർജറി. ഡോക്ടർ പറഞ്ഞതിൽ ഒരു കോർ പ്രിൻസിപ്പിള് എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് ഭയങ്കര റാഡിക്കൽ, അതായത് ഭയങ്കര കൂടുതൽ എക്സ്റ്റെൻസീവായിട്ടായിരുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പണ്ട് ബ്രസ്റ്റ് എടുക്കുമായിരുന്നു, ബ്രസ്റ്റിനോട് ചേർന്നുള്ള മസിലൊക്കെ എടുക്കുമായിരുന്നു, കശം മുഴുവൻ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ഓർഗൻ പ്രിസർവേഷൻ അല്ലെങ്കിൽ ഓർഗൻ കൺസർവേഷൻ എന്നുള്ള അപ്രോച്ചിലോട്ടാണ് എല്ലാം മാറുന്നത്. ബ്രസ്റ്റിലാണെങ്കിലും മൊത്തം ബ്രസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വളരെ ഏർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഓർഗൻ പ്രിസർവ് ചെയ്ത് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയും. അതുപോലെ ഓരോ ഓർഗൻസിൻ്റെയും പണ്ട് ഫുള്ള് എടുത്ത് കളയുന്നതിന് പകരം അത് കൺസർവ് ചെയ്ത് ചെയ്യുന്നൊരു പ്രിൻസിപ്പിളിലോട്ടാണ് ഇപ്പം മൊത്തം വരുന്നത്. അപ്പോൾ അതിനകത്ത് മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളും പേഷ്യൻ്റ് നടക്കുന്നതും ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളിലും ഇമോഷനിലും സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലും എല്ലാം ഒരു വലിയ വ്യത്യാസം അതിനകത്ത് വരാൻ പറ്റിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് ഒരു സർജറിയുടെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ വ്യത്യാസം. രണ്ട്, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാൻസർ സർജൻ ചെയ്യുവാണെങ്കിൽ പുള്ളി അതിൻ്റെ മാത്രമല്ല, അത് ഫോക്കസ് ചെയ്തുള്ള ഇന്ന നോട്ട്സ് എടുക്കണം, അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് അവർക്കുണ്ട്. സാധാരണ ജനറൽ സർജൻ ചെയ്യുന്നതിലും ഒരു ക്യാൻസർ സർജറി ചെയ്യുമ്പോൾ അവർ ഇന്ന ഏരിയയിലോട്ട് ആദ്യം സ്പ്രെഡ് ചെയ്യുന്ന സെൻറ്റിനൽ നോട്ട്സ് ഉണ്ട്, അത് നമ്മൾ ബയോപ്സി എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഈ ക്യാൻസറിന് ഇന്ന ഡിസെക്ഷൻ ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്.